എടുത്തിട്ട് അവിടെ എടുത്ത് ഊരി കളഞ്ഞിട്ട് ചാടി കുളത്തിലിറങ്ങാൻ നീന്തി മതിക്കുകയാണ്. ബോധം കെട്ട് കളിക്കുകയാണ്. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ ആനയെ പോലെ എന്ന് പറയാറുണ്ട് അല്ലേ? വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കയറില്ല. കുളിച്ച് മതിച്ച് കണ്ണൊക്കെ ചുമന്ന് അങ്ങനെ സർവ്വ വികാരങ്ങളും അവിടെ വെച്ച് പ്രകടിപ്പിച്ച് അടിച്ച് കുടിച്ച് കളിച്ച് മത്സിച്ച് ഒക്കെ അങ്ങനെ വിളയാട്. ഈ വിളയാട്ടമൊക്കെ കഴിഞ്ഞ് മുട്ടം തുണിയില്ലാതെ വിളയാട്ടം. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം കരക്കേറി നോക്കുമ്പോഴേക്കും തുണിയില്ല. തുണികൾ പോയി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ തുണി മുഴുവൻ വാരി മരത്തിന്റെ ഒമ്പുമ്പിൽ ഇട്ടു. മരത്തുമ്മ കയറിയിട്ട് തുണിയെടുത്ത്. കാരണം ഈ സ്വഭാവം ഇന്ന് അവസാനിപ്പിച്ചോളൂ. ഇനി ഇത് തുടരാൻ പാടില്ല. ഇതോടുകൂടി ഇതിനൊരു അന്ത്യം വന്നു. അങ്ങനെ തീരുമാനിച്ചതിന്റെ പരിണോഫലമായിട്ടാണ് ഭഗവാൻ. അല്ലാണ്ട് ശ്രീകൃഷ്ണന് പെണ്ണുങ്ങളുടെ അവയവം കാണാൻ വേണ്ടിയിട്ട് മോഹിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ധരിച്ചേക്കണം. ചില ആൾക്കാർ അങ്ങനെ പാടി കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഞാനിത് പറയുന്നത് ഇഷ്ടപ്പെടില്ല. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പെണ്ണുങ്ങളുടെ ഔദ്യോഗികത കാണാൻ വേണ്ടിയിട്ട് കാണാൻ ചെയ്തതാ. എന്തിനാ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. വന്നിട്ട് ചോദിക്കാം, സ്വാമി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉടുത്തോടി കാണാൻ വേണ്ടി കാണാൻ ചെയ്തല്ലേ അത്? ഉടുത്തോടിയില്ലാതെ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി ആ കൊച്ചു കുട്ടിക്ക് എന്താ കാര്യം? അവന്റെ അമ്മ വിളിക്കുന്നത് അച്ഛൻ അവളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉടുത്തോടിയില്ലാതെ വിളിക്കുന്നതൊക്കെ കൊച്ചു കുട്ടികൾ കാണുന്നത് സാധാരണയാണ്. അതിൻ്റെ കാര്യമൊന്നുമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളൊന്നുമില്ല. മക്കൾക്ക് ഇതൊന്നും കണ്ടാൽ വലിയ വികാരങ്ങളൊന്നും ആവില്ല. അവർക്കിത് കണ്ടിട്ട് പിന്നെ മോശം കിട്ടാനുമില്ല. പക്ഷേ അവരുടെ അഹങ്കാരത്തിന് അറിഞ്ഞു വരുത്താൻ വേണ്ടി ചെയ്ത പണിയാണ്. സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾക്കും തമ്മാടിത്തത്തിനും സ്ത്രീ എന്ന പരിഗണനയുടെ പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾക്കും തമ്മാടിത്തത്തിനും അറിഞ്ഞു വരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? ആ വസ്ത്രം വാരി മരക്കൊമ്പിലിട്ടത്. അതിനുശേഷം കരയ്ക്ക് നോക്കുമ്പോൾ വസ്ത്രമൊക്കെ എടുത്ത് നോക്കുമ്പോ മരത്തിന്റെ പേര്. എടാ കൃഷ്ണ, ഈ എന്താണ് തോന്നിയാസം കളിച്ചത്? അങ്ങനെ വരട്ടെ, നേരെ വഴിക്ക് വാ. ഇതിന്നോട് അവസാനിപ്പിച്ചോളണം. ഇനി കുളത്തിലിറങ്ങുമ്പോൾ ഒരു തുണിക്കഷ്ണം എടുക്കാതെ കുളത്തിലിറങ്ങി കുളിക്കരുത് സ്ത്രീകൾ. ഇതിന്ന് അവസാനിപ്പിക്കോ ഇല്ലയോ? എന്താ നിങ്ങളുടെ തീരുമാനം? ചോദിച്ചു. എന്റെ കൃഷ്ണ, നമ്മൾ ഇന്ന് മുതൽ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ തുണി എടുക്കാതെ കുളിക്കൂല കൃഷ്ണ, ദയവ് ചെയ്ത് തുണില്ല. അങ്ങനെ വരട്ടെ, നേരായ വഴിക്ക് വാ. അങ്ങനെ നേരായ വഴിക്ക് വന്നപ്പോൾ കൃഷ്ണൻ തുണിയെടുത്ത് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പണി അവസാനിപ്പിച്ചു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നേരായ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് പഠിക്കില്ല. അപ്പോ ഈ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അപ്പൊ ഇവിടെ ഗോപി വസ്ത്രാവരണത്തിന്റെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ആ ചില പണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ മഹാത്മാക്കളുണ്ട്. അവര് വരെ പറയുന്നുണ്ട് ഈ ബോധപൂർവം ഇങ്ങനെ അടിച്ചു താഴ്ത്തി പറയുക എന്നുള്ളത് സ്വഭാവമാക്കിയത്. ക്ഷീരമുള്ളോരലിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നല്ല പാല് കറന്നെടുക്കാവുന്ന അവരുടെ അടുത്തും കൊതുക് എവിടെ നോക്കുള്ളൂ? പാലില് നോക്കൂല, ചോരയെ നോക്കുള്ളൂ. അതുപോലെ ദുഷ്ടചിന്തകളുള്ള മനുഷ്യര് ശ്രീകൃഷ്ണന്റെ തന്ത വന്നാലും ശരി അവിടെ നന്മ കാണില്ല, എന്നും ദോഷം മാത്രം കാണാനായിട്ട് കണ്ണടയിൽ വെച്ച് നടക്കുന്നവർ. അപ്പൊ ഞാൻ ഈ പറയുന്നതിനകത്ത് 100 പേർക്ക് ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. എല്ലാവരും പറയും അയാളെന്താ അങ്ങനെ സംസാരിച്ചത്, എന്താ ഇങ്ങനെ സംസാരിച്ചത്, അയാൾ അങ്ങനെയല്ലേ പറയേണ്ടത്, ഇങ്ങനെയല്ലേ പറയേണ്ടത്. അവരുടെ തീരുമാനത്തിനനുസരിച്ച് പിന്നെ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഞാൻ അടി പണിഞ്ഞുകൊണ്ട് അവർ പറയുന്ന പോലെ ഞാൻ ഏറ്റു പാലിക്കോളാം മൈക്കിലൂടെ. ഇനി മന്ത്രദേശി അവർ തരട്ടെ എനിക്ക്. ഇനി അവരുടെ മന്ത്രം തിരിച്ചുകൊണ്ട് ഞാൻ ഇനി പറയുന്നതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. നേരത്തെ കൂടെ ഒന്ന് എഴുതി തരണം. ഇന്നത് ഇങ്ങനെയേ പറയാവൂ, ഇന്നത് ഇങ്ങനെയേ പറയാവൂ എന്ന് പറഞ്ഞിട്ടൊന്ന് ലീസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇങ്ങനെയുള്ള വികൃതികളെ കൊണ്ട് നടന്നിരിക്കുക പല സ്ഥലത്ത്. അപ്പൊ അവിടെ അതുപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ വേണുഗാന നിരൂപണം എന്ന് പറഞ്ഞൊരു ഭാഗം. വേണുഗാനം എന്ന് പറയുന്നത് ഒരു
മുളക്കമ്പ. ആ മുളക്കമ്പിൽ നിന്നും വരുന്ന സംഗീതം, ആ ശുദ്ധമായ സംഗീതം, ആ സംഗീതത്തെ ആകർഷണീയവും വശ്യവുമാക്കി തീർത്ത് ലോകത്തെ മുഴുവനും വശീകരിക്കാനും സ്തംഭിപ്പിക്കുവാനും ഉച്ചാടനം ചെയ്യുവാനും കഴിവുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ചെങ്ങന്നൂര് ഇന്ദിരാഗാന്ധി എന്താണ് രാജീവാണ്, ഇന്ദിരാഗാന്ധി എന്തോ ഒരു ഗാന്ധിയുടെ പേരില് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ കല്യാണം നടന്നു. ആ കല്യാണത്തിന് ചടങ്ങ് നടത്താൻ ഞാൻ പോയി. അവിടെ ആ ചടങ്ങിൽ വളരെ രസകരമായി ഫ്ലൂട്ട് വായന, ഓടക്കുഴലിന്റെ നാദം എന്ത് മധുരമാണ് ഈശ്വരോ. ആ ഓടക്കുഴലിന്റെ നാദം ഫുൾ ടൈം ആ സ്റ്റേഡിയത്തിന് ഉടനീളം മൈക്കിലൂടെ ഇങ്ങനെ അലയടിച്ചുള്ളൂ. കല്യാണ ചടങ്ങിന് നാദസ്വരമില്ല, മറ്റു പാട്ടില്ല, മുത്തില്ല, ഒന്നുമില്ല. ഈ വേണുനാദം കൊണ്ടങ്ങനെ മുഖരിതമായി. സത്യത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുകയാണ്. ആ നിങ്ങൾ ഫ്ലൂട്ട് ശ്രീ കൃഷ്ണന്റെ പാട്ടൊക്കെ പാടുമ്പോൾ ഫ്ലൂട്ട് കേൾക്കാം അല്ലേ? കൃഷ്ണൻ എവിടെ വരുമ്പോൾ ഫ്ലൂട്ട് കേൾക്കും. ആ ഓടക്കുഴലിന്റെ നാദം എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതിനകത്ത് എന്താ പറയുന്നത്, ഒരു മുളക്കഷ്ണം മുറിച്ചെടുത്തിട്ട് ദ്വാരം ഉണ്ടാക്കിയിട്ടും കഴിവുള്ളവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പാട്ടായി മാറും. കഴിവില്ലാത്തതിന് വെറും മുളക്കമ്പ. കഴിവുള്ളവരുടെ കൈ എത്തിക്കഴിഞ്ഞാൽ ആ മുളക്കമ്പ് എന്തായി മാറും? ബ്രഹ്മാനന്ദ സംഗീതമായി മാറുന്ന കാഴ്ചയാണ്. അതിൻ്റെ പരമാചാരം ലോകം കണ്ടതിൽ ആരേ ഉള്ളൂ? ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അമേരിക്കയിലാരും കൊണ്ടോ? ഇല്ല. റഷ്യയിലാരും കൊണ്ടോ? ഇല്ല. ചൈനയിലുണ്ടോ? ഇല്ല. ആസ്ട്രേലിയയിലുണ്ടോ? ഇല്ല. ശ്രീലങ്കയിലുണ്ടോ? ഇല്ല. ഇന്തോനേഷ്യയിലുണ്ടോ? ഇല്ല. ആഫ്രിക്കയിലുണ്ടോ? ഇല്ല. ലോകത്ത് എവിടെയില്ല ശ്രീകൃഷ്ണനെ പോലെ ഒരാള് ഓടക്കുഴൽ വായിക്കുന്ന ഒരാള്. ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? ഉള്ള ലോകത്തുള്ള എല്ലാ പുസ്തകം പറഞ്ഞു നോക്കിയാലും കാണില്ല. അപ്പോൾ ആ ബ്രഹ്മസംഗീതം, ബ്രഹ്മാനന്ദ സംഗീതം, ആ ബ്രഹ്മാനന്ദത്തെ നൽകുന്നതായ സംഗീതം നമുക്ക് ലോകത്തിന് മുന്നിൽ ആദ്യമായി, അതിനു മുമ്പേ ഫ്ലൂട്ടുണ്ട്. പക്ഷെ ഫ്ലൂട്ടിനെ ഈശ്വരീയമാക്കി തീർത്തത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പൊ അതിനൊക്കെ ഓടക്കൊള്ള ഇന്ത്യയിൽ വെച്ച ഓടക്കൊള്ളൊക്കെ ഉണ്ട്. ഓടക്കൊള്ള അതിനു മുമ്പേ ഉണ്ട്. ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഓടക്കൊള്ളുണ്ട്. പക്ഷെ ഓടക്കുഴലിനെ ഇത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തെ, ജീവജാലങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്ന വസ്തുവാക്കി തീർത്തത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. മറ്റൊരു സംഗീതം നമ്മൾ പറയാറുണ്ട്, ബീഥോവന്റെ സംഗീതം. ബീഥോവൻ വലിയൊരു ഇതാണ്, ഗിറ്റാറിസ്റ്റാണ്. ലോകപ്രശസ്തനായ ബീഥോവന്റെ സംഗീതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആലയന്മാർ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ആ ബീഥോവന്റെ സംഗീതത്തെക്കാളെല്ലാം തന്നെ ബ്രഹ്മസംഗീതമായി ലോകത്തെ വശീകരിച്ചത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴലാണ്. അപ്പോൾ ആ ഓടക്കുഴലിന്റെ മഹത്വത്തെ കുറിച്ച് ഇവിടെ ഒരു ഭാഗം പറയുണ്ടായി. പിന്നെ വേറെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏകദേശം സമയമായി വരികയാണ്. അപ്പോൾ ഇവിടെ വിപ്രപത്നി അനുഗ്രഹീയ എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നു. ഞാൻ അതുകൊണ്ട് ചുരുക്കാം, വായിച്ചു നിൽക്കാണ്. വിപ്രപത്നി അനുഗ്രഹീയ. എന്താണ് വിപ്രപത്നി അനുഗ്രഹീയ? ബ്രാഹ്മണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരെയും ബ്രാഹ്മണന് പൊതുവെയാണ് പെട്ടെന്ന് അംഗീകരിക്കുക. ഇപ്പോ സത്യസായി ബാബയുടെ അടുത്ത് എത്ര ബ്രാഹ്മണരുണ്ട്? കുറവാ. കുട്ടപുറത്ത് പിന്നെ അമൃതാസമയുടെ അടുത്ത് ബ്രാഹ്മണന്മാർ ആരെയും കാണുമോ? ആരെയും കാണില്ല. ശ്രീനാഥന്റെ അടുത്ത് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും സന്യാസിമാരെടുത്തോ സാങ്ങാലിയോ കണ്ടിട്ട് മോഹിച്ചു പോകുന്ന സ്വഭാവം ആർക്കില്ല? ബ്രാഹ്മണർക്കില്ല. ബ്രാഹ്മണർ അങ്ങനെയൊന്നും വശപ്പെടില്ല, ആരെയും കീഴടങ്ങില്ല. കാരണം കൊണ്ടാ അവര് ശ്രേഷ്ഠമായ ആചാരത്തെ അവർ നേരത്തെ തന്നെ നേടിയിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ ചെറുപ്പത്തിൽ ശ്രേഷ്ഠമായ ആചാരം നേടിയ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ നായാചാരം മേടിക്കുന്നവന് പിടിക്കൂല, ഇഷ്ടപ്പെടില്ല. ചെറുപ്പത്തിലെ അവൻ വേണ്ടുന്ന അധ്യാത്മശാസ്ത്രം പഠിച്ചവനാണ്, ആചരിക്കുന്നവനാണ്. അങ്ങനെ ആചരണത്തിൽ ശ്രേഷ്ഠതയെ ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു
പൂജാരിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മാജിക്കുകാരനെ കാണുമ്പോഴോ പോയി ചാടി വീഴുന്ന സ്വഭാവം പൊതുവെ ബ്രാഹ്മണർക്ക് കുറവാണ്. നാട്ടിൽ കാണാറുണ്ടോ നിങ്ങൾ? നമ്പൂരിമാരും പൂജാരിമാരൊക്കെ രാഷ്ട്രീയ സിദ്ധാന്തം വിളിച്ച് നടക്കുന്നത് കാണാറില്ല. അതുപോലെ ഈ മന്ത്രവാദികളായിട്ടുള്ള പൂജാരിമാരോ അല്ലെങ്കിൽ വലിയ സന്യാസി വേഷം കെട്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്പൂരിമാർ പോയിട്ട് സന്യാസിമാരുടെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുറവായിരിക്കും. ഒരുപോലെ അങ്ങനെ. കാരണം കൊണ്ടാണ് അവരങ്ങനെ പോകാത്തത്. അവർ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈശ്വരൻ, എന്താണ് ബ്രഹ്മം, എന്താണ് സന്യാസി, എന്താണ് ബ്രഹ്മചരി, എന്താണ് ജീവിതം എന്നൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വല്ല വേഷം കെട്ടി വരുന്ന സന്യാസിയുടെ കാലിൽ പോയി നമസ്കരിക്കാൻ ഒരു നമ്പൂരിനെ കിട്ടില്ല, ബ്രാഹ്മണനെ കിട്ടില്ല. വല്ലവരും ഇങ്ങനെ മാജിക്കൊക്കെ കാണിക്കുമ്പോൾ പോയി അവരുടെ മാജിക് കണ്ടിട്ട് വശപ്പെട്ടിട്ട് അവരുടെ ഫോട്ടോ വെച്ച് പൂജിക്കാനൊരു നമ്പൂരിനെ കിട്ടില്ല, ബ്രാഹ്മണനെ കിട്ടില്ല. കാരണം കൊണ്ടാണ് അവൻ ചെറുപ്പത്തിലേ പഠിച്ചത് കൊണ്ടാണ്. നമ്മളതുകൊണ്ടാണ് ചാടിപ്പോയി വീഴുന്നത്. വല്ലവരും കാഷായവസ്ത്രം എടുത്തിട്ട് വന്ന് നമ്മളെ പറ്റിക്കാൻ വന്നാലും ശരി നമുക്ക് മനസ്സിലാവില്ല, പോയി സാഷ്ടാംഗം വീണ് കൊടുക്കും. ചില ആൾക്കാരുണ്ട് യൂട്യൂബിലൊക്കെ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. യൂട്യൂബ് മാജിക് ഒരു ഭാഗത്ത് പഠിക്കുന്നു, മറ്റേ മന്ത്രവാദം ഒരു ഭാഗത്ത് പഠിക്കുന്നു, ധ്യാനം പഠിപ്പിക്കുന്നവര്, പിന്നെ ഒന്നും പറയണ്ട എല്ലാ പഠിപ്പിച്ചുകളും ഉണ്ട് യൂട്യൂബ് തുറക്കുന്നത്. 1000 രൂപ ഗൂഗിൾ പേ ചെയ്യൂ, 10,000 രൂപ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ പഠിപ്പിച്ചുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. മന്ത്രവാദം, ജ്യോതിഷം, വേദം, വേദാന്തം, ഒന്നും പറയണ്ട. പ്രളയ ധ്യാനത്തിന്റെ പേരും പറഞ്ഞ് കുറെ ആൾക്കാർ ധ്യാനം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങളെ കൊള്ള ചെയ്യുകയാണ്, കൊള്ള നടത്തുക, ജനങ്ങളെ കൊള്ള. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കള്ളന്മാർ വരുമ്പോൾ അവരുടെ മുമ്പിലൊന്നും ആരും പോയി വീണ് കൊടുക്കില്ല. നമ്പൂതിരിമാരോ ബ്രാഹ്മണന്മാരൊന്നും പോയി വീണ് കൊടുക്കാറില്ല. കാരണം ചെറുപ്പത്തിലെ അവർക്ക് അറിയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രചാരമാണ്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവതരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഭയങ്കര അത്ഭുതകരമായ മാജിക്കുകളൊക്കെ കാണിക്കുന്നെന്നും അതുപോലെ ഭയങ്കരമായിട്ട് ഫ്ലൂട്ട് വായിക്കും, ഉടപ്പുഴി വായിച്ച സംഗീതജ്ഞനാണെന്നും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വൃന്ദാവനത്തിലെ അത്ഭുത ലീലകളാടുന്നുവെന്നും എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രചാരമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ബ്രാഹ്മണരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു യജ്ഞം സംഘടിപ്പിച്ചു. ഇവിടെ വൃന്ദാവനത്തിൽ പരിസരത്ത് ഒരു യജ്ഞം. ആ യജ്ഞം സംഘടിപ്പിച്ച സമയത്ത് ആ യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനും പരിവാരങ്ങളും അവിടെ എന്ത് ചെയ്തു? കാലികളെ മേയ്ക്കാനായിട്ട് ചെന്നു. കാലികളെ മേയ്ക്കാനായിട്ട് ചെന്ന സമയത്ത് കാലികളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സമയമായി, വിശക്കുന്നു. ഭക്ഷണ സമയമായപ്പോൾ വിശക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ലെന്ന് ആരും ഗോപന്മാരും ഭക്ഷണം കൊണ്ടുവന്നില്ലല്ലോ. ഇല്ല, ഭക്ഷണം കൊണ്ടുവന്നില്ല. എന്ത് ചെയ്യും? ഭക്ഷണം വേണ്ടേ? വേണം. എന്താ ചെയ്യുക? അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ പരിസരത്ത് എവിടെയോ ഇവിടെ പരിസരത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്, യജ്ഞം നടക്കുന്നുണ്ട്. ആ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ നമുക്ക് ആഹാരം കിട്ടും. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. നമ്മൾ പറയും അല്ലേ, അവിടെ സപ്താഹം നടക്കല്ലേ, അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ മതി, വീട്ടിൽ നിന്ന് ചോർന്ന് കൊടുക്കുന്നില്ല, എല്ലാവരും അവിടെ പോയാൽ മതി, നമ്മൾ പറയാറില്ലേ? അതേപോലെ യജ്ഞം നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പോയാൽ മതി, അവിടെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഗോപന്മാർ ചെന്നിട്ട് അവിടുത്തെ ബ്രാഹ്മണര് പൂജകളും ഹോമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവിടെ ഗോപന്മാർ പുറത്തു വന്നിരിങ്ങനെ തൊഴുതുകൊണ്ട് നിന്നു. അപ്പോൾ പറഞ്ഞു, എന്താ വന്നത്? അല്ല, നമുക്കിവിടെ യാഗമൊക്കെ നടക്കല്ലേ, യജ്ഞമൊക്കെ നടക്കല്ലേ, ആ യജ്ഞം തന്നെ നമുക്ക് ആഹാരം വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആഹാരം, എല്ലാവർക്കുമില്ല. ആ ചില ആൾക്കാർ പറയാണ്, സപ്താഹത്തിൽ ഇടവന്ന് ഇരിക്കുന്നവർക്ക് മാത്രമേ ആഹാരമുള്ളൂ. ചില അമ്പലി കമ്മിറ്റിക്കാർ ടോക്കൺ കൊടുക്കും. ടോക്കൺ ഉള്ളവർ മാത്രം ആദ്യം പോയി ഭക്ഷണം കഴിക്കുക, ബാക്കിയുള്ളവരൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാറുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആഹാരമുള്ളൂ, എല്ലാത്തവർക്കും ആഹാരമില്ല. അവിടെ ഇവിടെ ഇല്ല, ഒഴിയുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ ഗോപന്മാർക്ക് ഭയങ്കര വിഷമായി. അവരോടനെ തന്നെ തിരിച്ചുപോയി ശ്രീകൃഷ്ണനൊക്കെ പോയി പറഞ്ഞു, കൃഷ്ണ കണ്ണ
അവിടെ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്കേ ചോറുള്ളൂ, അല്ലാണ്ട് നമ്മളെ പോലെ കാര്യം വെച്ച് നടക്കുന്നവർക്കൊന്നും അവിടെ ചോറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചോറുന്നത് ഇനി വേറെ അന്വേഷിക്കും. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എവിടെ